മമ്മൂട്ടി പൃഥ്വിരാജ് ടീം വീണ്ടും ഒന്നിക്കുന്നു എന്ന വാർത്തകൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പുറത്തു വന്നിരുന്നു. പ്രേക്ഷകർ ആഘോഷമാക്കിയ കോംബോയാണ് മോഹൻലാലിന്റെയും പൃഥ്വിരാജിന്റേതും. മോഹൻലാലിനെ നായകനാക്കി ലൂസിഫർ ഹിറ്റായതിനു പിന്നാലെ മമ്മൂട്ടിക്കൊപ്പം എപ്പോൾ ഒരു സിനിമ ചെയ്യുമെന്ന ചോദ്യം പൃഥ്വിരാജിന് കേൾക്കേണ്ടി വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇരുവരും ഒന്നിക്കുന്ന സിനിമ വരുമെന്ന റിപ്പോർട്ടുകൾ പ്രചരിച്ചത്. ഇരുവർക്കും ഇഷ്ടപ്പെട്ട കഥയും സിനിമയുമുണ്ട്. ഇതേപ്പറ്റിയാണ് പൃഥ്വിരാജ് ഇപ്പോൾ തുറന്നു പറയുന്നത്. മമ്മൂക്കയ്ക്കും തനിക്കും സിനിമയുടെ കഥ ഇഷ്ടമായി, എന്നാൽ അത് നടക്കില്ല എന്നാണ് പൃഥ്വിരാജ് പറഞ്ഞത്. നിർഭാഗ്യവശാൽ മമ്മൂക്ക ഒരുപാട് ബിസിയാണ്. മമ്മൂക്ക ബാക്ക് ടു ബാക്ക് സിനിമാ തിരക്കുകളിലാണെന്നും പൃഥ്വിരാജ് പറഞ്ഞു. അതുകൊണ്ട് ഈ സിനിമയ്ക്കായി സമയം കണ്ടെത്തുക എന്നതാണ് ഏറ്റവും വലിയ ചാലഞ്ച് എന്നും പൃഥ്വിരാജ് പുതിയ അഭിമുഖത്തിനിടെ പറയുന്നു. അതേസമയം നേരത്തെ മമ്മൂട്ടി പൃഥ്വിരാജ് ചിത്രം ഉപേക്ഷിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. നവാഗതനായി ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിലാണ് ഇരു താരങ്ങളും ഒന്നിച്ച് വേഷമിടുന്നു എന്ന റിപ്പോർട്ടുകൾ വന്നത്. മമ്മൂട്ടിയുടെ കൂടെ പൃഥ്വിരാജിനെ കൊണ്ടുവരാനായിരുന്നു ആദ്യം നിർമ്മാതാക്കൾ ശ്രമിച്ചത്. പകരക്കാരനായി ജോജുവിനെ പിന്നീട് സമീപിച്ചു. ജോജു ജോർജ് സമ്മതം നൽകിയതോടെ വൈകാതെ ആരംഭിക്കുമെന്ന തരത്തിലും റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ദുൽഖർ സൽമാന്റെ കുറുപ്പ് എന്ന ചിത്രത്തിന്റെ കഥാകൃത്താണ് ജിതിൻ കെ ജോസ്. സിനിമയിലെ മറ്റ് താരങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉടൻ തന്നെ നിർമ്മാതാക്കൾ പ്രഖ്യാപിക്കുമെന്നുമാണ് കേൾക്കുന്നത്. അതേസമയം മമ്മൂട്ടിയും പൃഥ്വിരാജിനെയും നായകനാക്കി പ്രഖ്യാപിച്ച ചിത്രമായിരുന്നു അരിവാൾ ചുറ്റിക നക്ഷത്രം. പ്രഖ്യാപിച്ചിട്ട് 10 വർഷം പിന്നിട്ടുവെങ്കിലും ഇതുവരെ ഒരു അപ്ഡേറ്റും അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന ചിത്രത്തിന്റേതായി പുറത്തു വന്നിട്ടില്ല. മമ്മൂട്ടിയെയും പൃഥ്വിരാജിനെയും പ്രധാന കഥാപാത്രങ്ങളായി അമൽ നീരദ് പ്രഖ്യാപിച്ച സിനിമയായിരുന്നു ഇത്. ഈ സിനിമ ഇനി ഉണ്ടാകില്ല എന്നും പൃഥ്വിരാജ് വ്യക്തമാക്കുന്നുണ്ട്. ഗുരുവായൂർ അമ്പലനടയിൽ എന്ന പുതിയ ചിത്രത്തിന്റെ റിലീസിനോടനുബന്ധിച്ച് നൽകിയ അഭിമുഖത്തിലാണ് പൃഥ്വിരാജ് ഇക്കാര്യമൊക്കെ വെളിപ്പെടുത്തിയത്. സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള കഥയായിരുന്നു ചിത്രം പറയാനിരുന്നത്. കേരളത്തിലെ ഒരു ഹിൽ സ്റ്റേഷന്റെ പശ്ചാത്തലത്തിലായിരുന്നു സിനിമ ഒരുക്കാനിരുന്നത്. പ്രീ പ്രൊഡക്ഷൻ ഘട്ടങ്ങളിൽ ചില പ്രശ്നങ്ങൾ നേരിട്ടു. ഉയർന്ന ബജറ്റും ഒരു പ്രശ്നമായിരുന്നു. അന്ന് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിനായി ആലോചിച്ച കഥയുടെ സമാന സ്വഭാവമുള്ള ചില ചിത്രങ്ങൾ പിന്നീട് മലയാളത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ടെന്നുമാണ് പൃഥ്വിരാജ് വ്യക്തമാക്കിയത്. അതേസമയം ഗുരുവായൂർ അമ്പലനടയിലാണ് പൃഥ്വിരാജിന്റേതായി റിലീസിനൊരുങ്ങുന്നത്. മെയ് 16 ചിത്രം റിലീസ് ചെയ്യുന്നത്. ബേസിൽ ജോസഫ്, നിഖില വിമൽ, അനശ്വര രാജൻ തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ടർബോയാണ് മമ്മൂട്ടിയുടെ റിലീസിനൊരുങ്ങുന്ന ചിത്രം. വൈശാഖ് സംവിധാനം ചെയ്ത ചിത്രം മമ്മൂട്ടി കമ്പനി തന്നെയാണ് നിർമ്മിക്കുന്നത്. മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും ചെലവേറിയ ചിത്രം കൂടിയാണ് ടർബോ. ആക്ഷൻ രംഗങ്ങൾക്കാണ് ചിത്രത്തിൽ കൂടുതൽ പ്രാധാന്യം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ട്രെയിലറിലും സംഘടന രംഗങ്ങളാണ് കൂടുതൽ. രാജ്ബി ഷെട്ടി, സുനിൽ എന്നീ തെന്നിന്ത്യൻ താരങ്ങളും ചിത്രത്തിലുണ്ട്. ട്രെയിലറിൽ രാജ്ബി ഷെട്ടിയുടെ രംഗങ്ങൾക്ക് എക്സ് പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ വൻ സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മിഥുൻ മാനുവൽ തോമസിന്റേതാണ് ചിത്രത്തിന്റെ തിരക്കഥ. മധുര രാജയ്ക്ക് ശേഷം വൈശാഖും മമ്മൂട്ടിയും ഒന്നിക്കുന്ന ചിത്രമായതുകൊണ്ട് തന്നെ അതീവ ആകാംക്ഷയിലാണ് പ്രേക്ഷകരും. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.